തങ്ങളുടെ രാജ്യത്ത് ഇസ്ലാം ഇത് പഠിപ്പിക്കുന്നില്ല. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് രംഗത്ത്. പാകിസ്ഥാന്റെ പേരെടുത്ത് പറയാതെയാണ് അദ്ദേഹം രൂക്ഷമായ വിമർശനം അഴിച്ചുവിട്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഇസ്ലാം തീവ്രവാദം പഠിപ്പിക്കുന്നില്ല, ഇന്തോനേഷ്യൻ ഇസ്ലാമിക പാഠങ്ങളെ ഈ ആക്രമണം പ്രതിഫലിപ്പിക്കുന്നില്ല എന്നും ജനാധിപത്യ രാജ്യങ്ങളിൽ നിയന്ത്രിത സൈനിക സ്വാധീനത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും അദ്ദേഹം ഊന്നി പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ അംബാസിഡറെ സന്ദർശിച്ച ശേഷം കാശ്മീർ ഭീകരാക്രമണത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോ തന്റെ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഭീകരതയ്ക്കെതിരായ സഹകരണം വർദ്ധിപ്പിക്കുവാനും ഇരു നേതാക്കളും സമ്മതം അറിയിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള ഭീകരാക്രമണങ്ങൾ നടത്താൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കാശ്മീരിലെ ഭീകരാക്രമണത്തെക്കുറിച്ച് തന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്തോനേഷ്യയിൽ പ്രചരിപ്പിക്കുന്ന ഇസ്ലാമിക പഠിപ്പിക്കലുകളിൽ അത്തരം ഭീകരാക്രമണങ്ങൾക്ക് സ്ഥാനമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ സന്ദീപ് ചക്രവർത്തിയോടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരം ഭീകരതയിൽ നിന്ന് ഒരു ഫലവും ഉണ്ടാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ആയുധങ്ങളില്ലാതെ തന്നെ സംഭാഷണത്തിന്റെ പാത പിന്തുടരണം. പഹൽഗാം പോലുള്ള ഭീകരാക്രമണങ്ങളെ നേരിടാൻ ഇന്ത്യക്കൊപ്പം നിൽക്കുമെന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയ മതം ഇസ്ലാമാണ്. 2023 സിവിലിയൻ രജിസ്ട്രി ഡാറ്റ അടിസ്ഥാനമാക്കി ഇന്തോനേഷ്യൻ ജനസംഖ്യയുടെ 87.06% പേരും സ്വയം മുസ്ലിങ്ങളായി തന്നെ തിരിച്ചറിയുന്നുണ്ട്. ബഹുഭൂരിപക്ഷവും സുന്നികളും നോൺ ഡിനോമിനേഷൻ മുസ്ലിങ്ങളുമാണ്. 2011 രാജ്യത്ത് മുസ്ലിം ജനസംഖ്യയുടെ 99% അവരിൽ ഉൾപ്പെടുന്നുവെന്നും പ്യൂ റിസർച്ച് സെന്റർ കണക്കാക്കുന്നുണ്ട്. ബാക്കി 1% ഷിയാകളാണ്. അവർ ജക്കാർത്തയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നുവെന്നും ഏകദേശം 4 ലക്ഷം ആൾക്കാർ ഉണ്ടെന്നും കണക്കാക്കുന്നുണ്ട്. ജനസംഖ്യ സ്ഥിതി വിതരണ കണക്കുകൾ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഇന്തോനേഷ്യയിൽ മുസ്ലിങ്ങളിൽ 99% പേരും പ്രധാനമായും ഷാഫി സ്കൂൾ പിന്തുടരുന്നുണ്ട്. എന്നിരുന്നാലും 56% പേർ ഒരു പ്രത്യേക സ്കൂളിലും ഉറച്ചു നിൽക്കുന്നില്ല. ഇന്തോനേഷ്യയിലെ ഇസ്ലാമിനുള്ളിലെ ചിന്ത അല്ലെങ്കിൽ പ്രവണതകളെ 2 ഓറിയന്റേഷനുകളായിട്ടാണ് തരംതിരിക്കുന്നത്. ആധുനിക പഠനം സ്വീകരിക്കുമ്പോൾ യാഥാസ്ഥിക ദൈവശാസ്ത്രത്തോട് അടുത്തു നിൽക്കുന്ന ആധുനിക ഇസ്ലാമിക ബോർഡിംഗ് സ്കൂളിലെ പ്രാദേശിക മത നേതാക്കളുടെയും മത അധ്യാപകരുടെയും വ്യാഖ്യാനങ്ങളെ പിന്തുടരുന്ന, അതുപോലെ തന്നെ പാരമ്പര്യങ്ങളും അതുപോലെ കൊബിറ്റ്നാൻ എന്നറിയപ്പെടുന്ന ഇസ്ലാമിന്റെ ഒരു സ്വമന്യ രൂപത്തിന്റെ ചരിത്രമായി പ്രധാനപ്പെട്ട സാന്നിധ്യത്തിൽ ചിലതാണ്. അതുപോലെ 13-ാം നൂറ്റാണ്ട് മുതൽ അറബ് മുസ്ലിം വ്യാപാരികളുടെ വ്യാപാര പ്രവർത്തനങ്ങൾ, പ്രാദേശിക ഭരണാധികാരികളുടെ ദത്തെടുക്കൽ, സൂഫിസത്തിന്റെ സ്വാധീനം എന്നിവയിലൂടെ തന്നെ ഇന്തോനേഷ്യയിൽ ഇസ്ലാം ക്രമേണ വ്യാപിച്ചതായും കണക്കാക്കപ്പെടുന്നുണ്ട്. കൊളോണിയൽ കാലഘട്ടത്തിന്റെ അവസാനത്തിൽ കൊളോണിയലിസത്തിനെതിരായ ഒരു റാലി ബാനറായി ഇത് സ്വീകരിച്ചു. 2023 പ്യൂ റിസർച്ച് സെന്റർ റിപ്പോർട്ട് അനുസരിച്ച് മുതിർന്ന ഇന്തോനേഷ്യൻ ജനസംഖ്യയുടെ 93% പേരും തങ്ങളെ മുസ്ലിങ്ങളായി തന്നെ തിരിച്ചറിഞ്ഞവരാണ്. ഇന്ന് ഇന്തോനേഷ്യയിൽ വലിയൊരു മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ഇതൊരു ഇസ്ലാമിക രാഷ്ട്രമല്ല, മറിച്ച് ഭരണഘടനാപരമായി 6 ഔപചാരിക മതങ്ങളെ ഔദ്യോഗികമായി അംഗീകരിക്കുന്ന ഒരു മതേതര രാഷ്ട്രം കൂടെയാണ് ഇന്തോനേഷ്യ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.